ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് ഇന്ന് നടക്കും. കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ചാണ് പരേഡ്. കുന്നുംപുറം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് തിരിച്ചറിയൽ പരേഡ് നടക്കുന്നത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, എപ്പോൾ തിരിച്ചറിയൽ പരേഡ് ആരംഭിക്കും എന്നത് സംബന്ധിച്ച് എന്തായി വിവരങ്ങൾ? പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? അഞ്ചു ഉച്ചയ്ക്ക് ശേഷമായിരിക്കും തിരിച്ചറിയൽ പരേഡ് എന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം അല്പം മുൻപാണ് DCRB DYSP ശശിധരൻ കാക്കനാട് ജില്ലാ ജയിലിലെത്തി ഉത്തരവ് ജയിൽ സൂപ്രണ്ടിന് കൈമാറിയത്. അതായത് ഉച്ചയ്ക്ക് ശേഷം തിരിച്ചറിയൽ പരേഡ് നടത്തണം എന്ന അറിയിപ്പ് ജയിൽ സൂപ്രണ്ടിന് കൈമാറുകയായിരുന്നു. കുന്നുംപുറം മജിസ്ട്രേറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് DCRB DYSP ഈ ഉത്തരവ് ജയിൽ സൂപ്രണ്ടിന് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം തന്നെയായിരിക്കും തിരിച്ചറിയൽ പരേഡ് നടക്കുക. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ജയിലിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇനി സാക്ഷികളെ ഇവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്. പ്രധാനമായും 10 സാക്ഷികളായിരിക്കും, 10ഓളം സാക്ഷികൾ ഉണ്ട് എന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ചും ഈ ജിഷയുടെ കൊലപാതകം നടന്ന ദിവസം ജിഷയുടെ വീടിന് സമീപത്ത് നിന്ന് സംശയാസ്പദമായ രീതിയിൽ യുവാവിനെ കണ്ടു എന്ന് മൊഴി നൽകിയ 3 സ്ത്രീകൾ, ഇയാളുടെ ചെരുപ്പ്, ഈ പ്രതി അമീറുൽ ഇസ്ലാം ചെരുപ്പ് വാങ്ങിയ ഈ കടയുടെ ഉടമ, ഈ ചെരുപ്പ് തിരിച്ചറിഞ്ഞ അമീറുൽ ഇസ്ലാമിൻ്റെ സുഹൃത്തുക്കൾ, ഇയാളെ പിന്നീട് ഇരിങ്ങോൾക്കാവിൽ വെച്ച് കണ്ടു എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ, ഇയാൾ താമസിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ ഉടമ തുടങ്ങിയ സാക്ഷികളാണ് തിരിച്ചറിയൽ പരേഡിനായി, പ്രതിയെ തിരിച്ചറിയുന്നതിനായി കാക്കനാട് ജില്ലാ ജയിലിലേക്ക് എത്തിക്കുക. അവർക്ക് പോലീസ് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം ജയിലിനകത്ത് അമീറുൽ ഇസ്ലാമുമായി രൂപസാദൃശ്യമുള്ള 10ഓളം പേരെ പരേഡിനായി നിർത്തും എന്നാണ് അറിയുന്നത്. ഇതിൽ നിന്ന് പ്രതിയെ തിരിച്ചറിയണം. ഈ സാക്ഷികളെ ഓരോരുത്തരെയായി മാത്രമാണ് അകത്തേക്ക് കടത്തിവിട്ട് പ്രതിയെ തിരിച്ചറിഞ്ഞ ശേഷം പുറത്തേക്ക് ഇറക്കും. ഇതിൻ്റെ അതേസമയം ഈ പ്രതികൾക്ക്, ഈ നിൽക്കുന്നവർക്ക്, പരേഡിൽ നിൽക്കുന്നവർക്ക് ഈ സാക്ഷികളെ കാണാൻ കഴിയാത്ത രീതിയിലാണ് സജ്ജീകരണം ഒരുക്കിയിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ഒരേ സമയം ഒരു സാക്ഷിക്ക് മാത്രമാണ് ഈ പ്രതി തിരിച്ചറിയൽ പരേഡിനായി പോവുക. മാത്രമല്ല, ഒരു ഓർഡറിൽ നിർത്തിക്കഴിഞ്ഞാൽ, ഒരു സാക്ഷി കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഇവരെ മാറ്റി നിർത്തും. അത്തരത്തിലാണ് ഈ തിരിച്ചറിയൽ പരേഡ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പരേഡ് നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമാണ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനുള്ള അപേക്ഷ പോലീസിന് സമർപ്പിക്കാനാവുക. അത് വിചാരണ കോടതിയായ കുറുപ്പംപടി കോടതിയിലായിരിക്കും ഈ അപേക്ഷ പോലീസ് സമർപ്പിക്കുക. അത് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുൻപായി പൂർത്തിയായാൽ മാത്രമേ ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനാവൂ. അത്തരത്തിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് പ്രതിയെ തന്നെ കുറുപ്പംപടി കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതെല്ലാം ഇന്ന് നടക്കുമോ എന്നുള്ളത് തിരിച്ചറിയൽ പരേഡ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാനാവൂ. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും തിരിച്ചറിയൽ പരേഡ് എന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. ഉമേഷ്, ജിഷയുടെ അമ്മയുടെയും ദീപയുടെയും ഒക്കെ മൊഴികളൊപ്പം അമീറും ആയിട്ടുള്ള ജിഷയുടെ കുടുംബത്തിന്റെ ബന്ധം, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ജിഷയുടെ അമ്മയെയും ഒപ്പം സഹോദരിയും ഒക്കെ ഈ തിരിച്ചറിയൽ പരേഡിൽ പങ്കെടുപ്പിക്കേണ്ടതല്ലേ? എന്താണ് ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നത്? അവർക്ക് അത്തരത്തിലൊരു അറിയിപ്പ് കൊടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത്. കാരണം ആ കൊലപാതകം നടന്ന ദിവസം അമീറുലിനെ അവിടെ അവർ കണ്ടതായി അറിയില്ല. കാരണം അവർ ആ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നില്ല. ജിഷയുടെ അമ്മ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. സഹോദരി ദീപയാണെങ്കിലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അന്നേ ദിവസം ഈ പ്രതിയെ കണ്ടവരെയാണ് തിരിച്ചറിയൽ പരേഡിനായി വിളിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ വിളിപ്പിച്ചിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ സമഗ്ര വിവരശേഖരണ പദ്ധതി അട്ടിമറിച്ചത് മുൻ തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ ആണെന്ന ആരോപണവുമായി മുൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ. സംസ്ഥാനത്ത് ആദ്യമായി അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ ഹെൽത്ത് കാർഡ് പദ്ധതിയിൽ നിന്ന് രാഷ്ട്രീയ പ്രേരിതമായി തൊഴിൽ വകുപ്പ് പിന്മാറിയെന്നും S. ജയമോഹൻ പറഞ്ഞു. സംസ്ഥാനത്ത് ആദ്യമായി അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി ഹെൽത്ത് കാർഡ് ഏർപ്പെടുത്തിയത് കൊല്ലം ജില്ലാ പഞ്ചായത്തായിരുന്നു. ജില്ലാതല ഉദ്ഘാടനം കരവാളൂർ പഞ്ചായത്തിൽ 2013 നടക്കുകയും ചെയ്തു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിരലടയാളവും രക്തപരിശോധന വരെ നടത്തിക്കൊണ്ടുള്ള സമഗ്ര സർവേ നടത്താനായിരുന്നു ആദ്യഘട്ടത്തിൽ തൊഴിൽ മന്ത്രി കൂടി പങ്കെടുത്ത് തീരുമാനിച്ചത്. എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരെ മന്ത്രി ഇടപെട്ട് പിൻവലിക്കുകയായിരുന്നുവെന്ന് മുൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ പറഞ്ഞു. അങ്ങനെ എല്ലാ തൊഴിലാളികളെയും കൊല്ലം ജില്ലയിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ കേരളത്തിലാകെ അന്യ സംസ്ഥാനക്കാർക്ക് പ്രത്യേകമായ രജിസ്ട്രേഷൻ, ക്ഷേമനിധി എല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ അവർ ചെയ്താൽ ഓഫീസ് നോക്കി തന്നെ നമുക്ക് രേഖ വെച്ചവരെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ആ സ്ഥിതി ഇല്ലാതാക്കിയത് കഴിഞ്ഞ ഗവൺമെൻറ് തൊഴിൽ വകുപ്പ് മന്ത്രി മിസ്റ്റർ ഷിബു ബേബി ജോണുമാണ്. പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ജിഷ കൊലക്കേസിൽ അന്വേഷണത്തിൽ പോലീസിന് സഹായകരമായേനെ. തൊഴിലാളികളുടെ ചിത്രം, മേൽവിലാസം, രക്തഗ്രൂപ്പ്, രോഗനിർണയ വിവരം, വിരലടയാളം, രക്ഷിതാക്കളുടെ വിവരം, തൊഴിൽ ദാതാവ്, അക്കൗണ്ട് നമ്പർ തുടങ്ങിയവയാണ് ഹെൽത്ത് കാർഡിനായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആദ്യഘട്ടത്തിൽ 40,000 പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചത്. കൊല്ലം ജില്ലയിൽ മാത്രം 1 ലക്ഷത്തിലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടാകാമെന്നാണ് അനൌദ്യോഗിക കണക്ക്. രാജ്കുമാർ,
ന്യൂസ് ബ്യൂറോ, കൊല്ലം. സിറിയൻ ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവയ്ക്ക് നേരെ ചാവേർ ആക്രമണം. ബാവ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബാവയുടെ ജന്മനാടായ സിറിയയിലെ ഖാമിഷ്ലി ജില്ലയിലെ ഖാദിയിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. സിറിയയിലെ ഖാഷ്മിലി ജില്ലയിലെ ഖ്വാദിയിൽ വെച്ചായിരുന്നു ഓർത്തഡോക്സ് സഭാതലവൻ പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. ശരീരത്തിൽ ബോംബ് ഘടിപ്പിച്ചെത്തിയ ചാവേർ ബാവയുടെ സമീപത്തെത്തും മുൻപ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ബാവയുടെ സംരക്ഷണ ചുമതലയുള്ള സുദൂറോ എന്ന സുരക്ഷാസേനയിലെ അംഗങ്ങൾ തടഞ്ഞതിനാൽ ഇയാൾക്ക് ബാവയുടെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. സ്ഫോടനത്തിൽ ചാവേറിനൊപ്പം ബാവയുടെ അംഗരക്ഷകരിൽ ഒരാളും കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഖ്വാദിയിൽ 1915 സെയ്ഫോ കൂട്ടക്കൊലയിൽ മരിച്ചവരെ അനുസ്മരിക്കാൻ സംഘടിപ്പിച്ച ചടങ്ങിനിടെയായിരുന്നു ആക്രമണം. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ കൂടുതൽ സേനയെ സിറിയയിലേക്ക് അയക്കണമെന്ന് സഭാ നേതൃത്വം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്. സിറിയൻ ഓർത്തഡോക്സ് സഭാ തലവൻ പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവയ്ക്ക് നേരെ നടന്ന ചാവേർ ആക്രമണത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായി അപലപിച്ചു. ബാവയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മുഴുവൻ പേരുടെയും ഉത്കണ്ഠയിലും ആശങ്കയിലും പങ്കുചേരുന്നു. അത്യന്തം ദുഃഖകരമാണ് സിറിയയിലുണ്ടായ അനിഷ്ട സംഭവമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. തിരികെ വാർത്തയിലേക്ക്. കേന്ദ്ര കമ്മിറ്റി ചർച്ചകൾക്ക് മറുപടി തയ്യാറാക്കാനുള്ള CPIM പോളിറ്റ് ബ്യൂറോ യോഗം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് അവലോകന ചർച്ചയ്ക്കുള്ള മറുപടി, ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തൽ തുടങ്ങിയവയാണ് ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ അജണ്ട. കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, മൂന്നാം ദിനം എങ്ങനെ പുരോഗമിക്കുന്നു? അഞ്ചു പോളിറ്റ് ബ്യൂറോ യോഗം പൂർത്തിയാക്കി കേന്ദ്ര കമ്മിറ്റി യോഗം അല്പസമയത്തിനകം തന്നെ മൂന്നാം ദിവസത്തെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഇന്ന് രാവിലെ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കേന്ദ്ര കമ്മിറ്റിയിലുണ്ടായ 2 ദിവസങ്ങളായി നടന്ന ചർച്ചയ്ക്കുള്ള മറുപടി തയ്യാറാക്കുന്നതിനായാണ്. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അവലോകനം ചെയ്തുകൊണ്ടുള്ള ചർച്ചകളായിരുന്നു കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ പശ്ചിമ ബംഗാൾ ഘടകം സ്വീകരിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ സംബന്ധിച്ചാണ് കൂടുതൽ സമയം ചർച്ച നീണ്ടുനിന്നത്. പശ്ചിമ ബംഗാൾ ഘടകം സ്വീകരിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി നയവുമായി യോജിച്ചു പോകുന്നതല്ല എന്നുള്ള വിമർശനം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഉയർന്നു വന്നു. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അംഗങ്ങൾ തന്നെ, ചില അംഗങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വിമർശനം കേന്ദ്ര കമ്മിറ്റിയിൽ ഉന്നയിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ചർച്ചയിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കേണ്ട മറുപടിക്ക് പോളിറ്റ് ബ്യൂറോ യോഗം രൂപം നൽകിയത്. കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ചേർന്ന് മറുപടിയാണ് പ്രധാന ചർച്ചകൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ പ്രധാന അജണ്ട. ഇതുകൂടാതെ നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിക്കുന്ന ഒരു വിശകലനമുണ്ടാകും. കൂടാതെ മറ്റ് ചില സംസ്ഥാന വിഷയങ്ങളിൽ കൂടി ചർച്ച പൂർത്തീകരിച്ചതിന് ശേഷം ഇന്ന് ഉച്ചയോടുകൂടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് സമാപനമാകും. അഞ്ജു. CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ഇന്ന് സമാപനമാകും. വിവരങ്ങളാണ് M സന്തോഷ് നൽകിയത്. മതേതര യോഗം നടത്തിയതിനു പിന്നാലെ CPIM താഴെത്തട്ടിലേക്ക് യോഗ വ്യാപിപ്പിക്കുന്നു. CPIM നിയന്ത്രണത്തിലുള്ള ഇന്ത്യൻ മാർഷൽ ആർട്സ് ആൻഡ് യോഗ അക്കാദമിയിലൂടെയാണ് ചേതന യോഗ എല്ലാ ജില്ലകളിലും വ്യാപിപ്പിച്ചത്. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലത്ത് നാളെ നിർവഹിക്കും. ചേതന യോഗ എന്ന പേരിലാണ് സാർവദേശീയ യോഗാ ദിനമായി എല്ലാ ജില്ലകളിലും 21-ന് യോഗാഭ്യാസം നടത്തുക. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലം ബീച്ചിൽ വെച്ച് നിർവഹിക്കും. ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനും രോഗമുക്തമായ സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും ശാരീരികവും മാനസികവുമായ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ സംഘടന രൂപം കൊണ്ടിട്ടുള്ളത്. ഈ അസോസിയേഷനിലെ അംഗങ്ങളെല്ലാം തന്നെ പാലിയേറ്റീവ് കെയർ രംഗത്ത് ശ്രദ്ധിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കായിക പരിശീലനത്തിലൂടെ സ്നേഹവും മതസൗഹാർദ്ദവും സമാഹാരവും വളർത്തിയെടുക്കുക, അങ്ങനെ ദേശീയോദ്ഗ്രഥത്തിന് എല്ലാവരും പങ്കാളികളാകണം എന്നുള്ള സന്ദേശമാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. യോഗയുടെ തുടർ പഠനത്തിനായി സിലബസ് ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലാണ്. കണ്ണൂരിൽ നടത്തിയ മതേതര യോഗയിൽ എല്ലാ മതസ്ഥർക്കും യോജിച്ച 35 ആസനങ്ങളാണ് പ്രദർശിപ്പിച്ചത്. കൊല്ലത്ത് യോഗാദിനത്തിൽ 1000 പേർ പങ്കെടുക്കും. ചടങ്ങിൽ കൊല്ലം ബിഷപ്പ് സ്റ്റാൻലി റോമൻ, മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ, ആരോഗ്യ, കലാ, കായിക, സാംസ്കാരിക രംഗത്തുള്ളവരും പങ്കെടുക്കും. മറ്റു ജില്ലകളിലും 21-ന് യോഗാഭ്യാസം നടക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തിന്റെ നികുതി വരുമാനം 20% ഉയർത്തുമെന്ന് ധനകാര്യമന്ത്രി തോമസ് ഐസക്. വ്യാപാര സ്ഥാപനങ്ങളിലെ നികുതി തട്ടിപ്പ് തടയാൻ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കും. ഇതിനായി പ്രത്യേക നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നും ധനകാര്യമന്ത്രി ദില്ലിയിൽ വ്യക്തമാക്കി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാനമുള്ള സംസ്ഥാനമാണ് ദില്ലി. 24% ദില്ലിയിലെ റവന്യൂ വരുമാന വർധനവ്.
ഇതിനായി ദില്ലിയിൽ നടപ്പാക്കിയ പദ്ധതി ചർച്ച ചെയ്ത് ധനകാര്യമന്ത്രി തോമസ് ഐസക് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് കേരളത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ശാസ്ത്രീയ മാർഗങ്ങൾ നടപ്പാക്കുമെന്ന് ധനകാര്യമന്ത്രി വ്യക്തമാക്കിയത്. ഉപഭോക്താക്കളെയും വ്യാപാര സ്ഥാപനങ്ങളെയും കൊണ്ട് ഡിജിറ്റൽ മേഖലയുടെ സാങ്കേതികത ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നികുതി തട്ടിപ്പ് തടയുക. വ്യാപാര സ്ഥാപനങ്ങൾ ഉപഭോക്താവിന് ബിൽ കൊടുക്കുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ മുഖാന്തരം ബില്ലിന്റെ കോപ്പി നികുതി വകുപ്പിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടും. ഉപഭോക്താവിനും ബില്ല് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നികുതി ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്ലോഡ് ചെയ്യാം. ബിൽ അപ്ലോഡ് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കാൻ സ്ക്രാച്ച് ആൻഡ് വിന്നിന് സമാനമായ സമ്മാന പദ്ധതിയും സർക്കാർ നടപ്പിൽ വരുത്തും. കമ്പ്യൂട്ടർ തന്നെയാകും അപ്ലോഡ് ചെയ്യപ്പെടുന്ന ബില്ലുകളിൽ നിന്നും വിജയിയെയും നറുക്കെടുക്കുക. ഉപഭോക്താവും വ്യാപാര സ്ഥാപനവും നൽകുന്ന ബില്ലുകൾ ഒന്നായിരിക്കണമെന്നതിനാൽ വ്യാപാരികൾക്ക് ബില്ല് മാറ്റി എഴുതി നികുതി തട്ടിപ്പും നടത്താനാകില്ല. നികുതി വരുമാന വർധനവ് 20% ഉയർത്തുമെന്നും തോമസ് ഐസക് ദില്ലിയിൽ പറഞ്ഞു. ഏതായാലും നികുതി പിരിവ് മൂന്നാം മുറയുടെ അടിസ്ഥാനത്തിലായിരിക്കില്ല, മറിച്ച് ഇത്തരത്തിൽ ശാസ്ത്രീയമായ രീതികൾ അവലംബിച്ചുകൊണ്ട് കേരളത്തിൽ നികുതി വരുമാനം UDFന്റെ ഭരണകാലത്ത് 10-12% 20% ഉയർത്തുക തന്നെ. ഇതിനുള്ള പ്രത്യേക നിയമനിർമ്മാണവും ഈ വർഷം തന്നെ നടത്തും. പുതിയ ശാസ്ത്രീയ രീതികൾ നടപ്പാക്കുന്നതോടെ നികുതി തട്ടിപ്പ് തടയുന്നതിനുള്ള കടപരിശോധനയും ഒഴിവാക്കാനാകും. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടിക പ്രഖ്യാപനം വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് നടത്തുന്നു. തത്സമയം അപേക്ഷിക്കാനുള്ള സാധ്യത ഉണ്ടാക്കും. അതാത് സ്കൂളുകളിലെ IT ടീച്ചേഴ്സിനെ തന്നെ അത് എങ്ങനെ അപേക്ഷിക്കണം എന്ന് പഠിപ്പിക്കാൻ ചുമതല ഏൽപ്പിക്കും. വർഷത്തിലൊരിക്കലെങ്കിലും OMR ഷീറ്റ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതെല്ലാം കുട്ടികളെ പഠിപ്പിച്ച് കൂടുതൽ കുട്ടികളെ ഇത്തരത്തിൽ ബോധവൽക്കരിച്ച് എൻട്രൻസ് പരീക്ഷ കുറേ കൂടി സുതാര്യവും അതുപോലെ തന്നെ ജനകീയവുമാക്കുവാനുള്ള ശ്രമം നടത്തും. ഈ വർഷം ഇപ്പോൾ 55,914 കുട്ടികൾക്കാണ്. അതെ, മറ്റെല്ലാവർക്കും അതുപോലെ തന്നെ ഒരു ഓറിയൻറ്റേഷനൊക്കെ കൊടുത്ത് എല്ലാ സ്കൂളുകളിലും അതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കും. എത്ര പേരുണ്ട്? ആർക്കിടെക്ചറിൻ്റെ പറഞ്ഞുണ്ട്. ആർക്കിടെക്ചറിൻ്റെ അതുകൊണ്ട് അവസാനമുണ്ട്. ആദ്യം എഞ്ചിനീയറിംഗ്, SC/ST കാറ്റഗറി. പിന്നെ അത് ഡിസ്ട്രിക്ട് വൈസ് ഓരോ ജില്ലയിലുണ്ട്. എല്ലാം പറയണ അല്ല, ഇത് ആദ്യത്തെ ഒരു 5 പറഞ്ഞ അല്ല, ആർക്കിടെക്ചറിൻ്റെ ഇതിലുണ്ട്. ആർക്കിടെക്ചർ ഏറ്റവും അവസാനം അത് കഴിഞ്ഞിട്ട് statewide top 10 rank holders. First rank, Ram Ganesh V. Ram Ganesh V, Sri Hariram, Tripunitura, Ernakulam. Second rank, Akshay Anand, Tiruvalla. Third rank, Ashwin S. Nair, തിരുവനന്തപുരം. നാലാമത്തെ റാങ്ക് ശ്രീജിത്ത് എസ്, തിരുവല്ല. അഞ്ചാമത്തെ റാങ്ക് അതുൽ ഗംഗാധരൻ, കണ്ണൂർ. ആറാമത്തെ റാങ്ക് മുഹമ്മദ് അബ്ദുൽ മജീദ്, കാലിക്കറ്റ്. ഏഴാമത്തെ റാങ്ക് ജോർഡി ജോസ്, എറണാകുളം. എട്ടാമത്തെ റാങ്ക് രാം കേശവ്, മലപ്പുറം.
9ാമത്തെ റാങ്ക് റിതേഷ് കുമാർ, കൊച്ചി. ഹലോ, കൺഗ്രാജുലേഷൻസ് അക്ഷയ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. യെസ്. ഏതാ പറഞ്ഞപ്പോൾ? 8. 9ാമത്തെ റാങ്ക് റിതേഷ് കുമാർ, കൊച്ചി. 10ാമത്തെ റാങ്ക് റോഷിൻ റാഫേൽ, കോഴിക്കോട്. സെയിം. SC കാറ്റഗറി ടോപ്പ് ഷിബൂസ്, അങ്ങനെ തന്നെയല്ലേ? ഷിബൂസ് പി, മലപ്പുറം. 2nd റാങ്ക് ഋഷികേശ് VM, തൃശ്ശൂർ. then ST കാറ്റഗറി അല്ലേ? ST ട്രൈബ്, ST കാറ്റഗറി ആദർശ് S, കോട്ടയം. നിമിത S, എറണാകുളം. റാം ഗണേഷ്. ഹലോ, ഞാൻ ഓണറബിൾ മിനിസ്റ്റർ കൊടുക്കാം, വിദ്യാഭ്യാസ മന്ത്രി കേട്ടോ. റാം ഗണേഷ്, മിനിസ്റ്ററാണ്. ഗുഡ് മോർണിംഗ്. കൺഗ്രാജുലേഷൻസ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ബിക്കം എ ഗുഡ് എഞ്ചിനീയർ. ഓക്കെ, താങ്ക് യു. സെക്കൻഡ് കിട്ടി, കഴിഞ്ഞൊന്നും കിട്ടിയില്ല. ആർക്കിടെക്ചർ ഇതല്ലേ? ആർക്കിടെക്ചർ ടോപ്പ് 5 റാങ്ക് ഹോൾഡേഴ്സ്. ഫസ്റ്റ് റാങ്ക് നമിത നിജി, ഫസ്റ്റ് റാങ്ക് നമിത നിജി, കോഴിക്കോട്. സെക്കൻഡ് റാങ്ക് നിഷാന്ത് കൃഷ്ണ, കാലിക്കറ്റ്. തേർഡ് റാങ്ക് മഹ്സിൻ മുഹമ്മദ് അലി MP, മലപ്പുറം. ഫോർത്ത് റാങ്ക് അൻഷാദ് സുബൈർ, ഇടുക്കി. ദാൻ ഫിഫ്ത്ത് റാങ്ക് അലിൻ റീബ ജെയിൻ, കോട്ടയം. ടീച്ചേഴ്സിന് ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്. ജില്ലയുടെ ഒന്നും പറയണ്ടല്ലോ. ആദ്യത്തെ 10 റാങ്കുകാരിൽ എഞ്ചിനീയറിംഗ് 6 പേര് CBSE കോഴ്സാണ് പഠിച്ചത്. 4 പേര് ഹയർ സെക്കൻഡറി കോഴ്സ്. ടോപ്പ് റാങ്കിലുള്ള 1, 2, 3 റാങ്കുകാർ CBSE കോഴ്സാണ് പഠിച്ചത്. SCയിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഹയർ സെക്കൻഡറിയാണ് പഠിച്ചത്. സെക്കൻഡ് റാങ്ക് CBSE. STയിലെ ഫസ്റ്റും സെക്കൻഡും റാങ്കുകാർ CBSE കോഴ്സാണ് പഠിച്ചത്. അതിൻ്റെ സാരീസ് എല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ തന്നിരുന്നു. ഉണ്ട്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിൽ 46,445 സീറ്റാണുള്ളത്. അതിൽ 46
445. അതിൽ 50% സീറ്റാണ് ഗവൺമെൻറ്റിന് അലോട്ട്മെൻറ്റിനായി ലഭിക്കുന്നത്. 23,222. 119 കോളേജാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി അത് ഫൈനലൈസ് ചെയ്യണം. ഒരു പുതിയ കോളേജ് സാങ്ഷൻ ആയിട്ടുണ്ട് IHRDയുടെ. ഗവൺമെൻറ്റിൽ 5,232 സീറ്റുകളുണ്ട്. ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 7,119 സീറ്റുകളുണ്ട്. ആർക്കിടെക്ചറിന് ഗവൺമെൻറ് മേഖലയിൽ 200 സീറ്റ് അവൈലബിളാണ്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിൽ 1,040 സീറ്റ്. കഴിഞ്ഞ വർഷം സർക്കാരിൻ്റെ മെറിറ്റ് സീറ്റിൽ ഏതാണ്ട് 11,000ഓളം സീറ്റ് വേക്കൻ്റ് ആയിരുന്നു. ഓപ്ഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന ഡേറ്റ് നാളെ ഫിക്സ് ചെയ്യൂ. സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്. എക്സിക്യൂട്ട് ചെയ്താൽ ഉടൻ തന്നെ തീരുമാനിക്കുന്നല്ല ഡേറ്റെല്ലാം. പിന്നെ നമുക്ക് താമസമൊന്നുമില്ല. എവറിത്തിങ് ഇസ് റെഡി. നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷിക്കണം. അത്ര ചിലപ്പോൾ ചർച്ച അല്ലേ എഗ്രിമെൻറ്റിന് മുമ്പ്. എഗ്രിമെൻ്റ് ആയിട്ടില്ല. നാളെ ഇതുവരെ ഒന്നുമില്ല. അതിൽ ഒരു പ്രത്യേക അസോസിയേഷൻ നടത്തിയ സ്പോർട്സ് ഐറ്റം കൂടി ചേർക്കണമെന്നൊരു ഓർഡറുണ്ട്. അതിനെക്കുറിച്ചൊരു അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അത് ഇതുവരെ ആയിട്ടില്ല. എങ്കിലും സ്പോർട്സ് കോട്ട ഫൈനലൈസ് ചെയ്യാനുള്ള സമയമുണ്ട്. ഇനിയും കോടതിയിലാണ് എണ്ണം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റം അറിയാമല്ലോ. പുതിയ എഞ്ചിനീയറിംഗ് പരീക്ഷാ ഫല പ്രഖ്യാപനമായിരുന്നു ഇപ്പോൾ കണ്ടത്. റാം ഗണേഷ് വി 1ാം റാങ്ക് നേടിയിരിക്കുകയാണ്. റാം ഗണേഷ് വി തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. റാം, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു ആദ്യ റാങ്ക്? മാർക്ക് വന്നപ്പോൾ ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ റാങ്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ? കുറെ ബുക്സ് ഒക്കെ ശരിക്കും കുറെ നോക്കി, കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ചെയ്തു. ഞാൻ കുറെ പ്രോബ്ലം ചെയ്തു. പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്ത് ശരിയായി. ഹലോ റാം, വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? റാങ്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷത്തിലാണോ? ഉണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഹലോ. തീർച്ചയായും. എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എഞ്ചിനീയറിംഗിൽ 1ാം റാങ്ക് നേടിയ റാം ഗണേഷാണ് നമ്മോട് പ്രതികരിച്ചത്. കണ്ണൂർ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. കുട്ടികളെയും മുതിർന്നവരെയും നീന്തൽ പരിശീലിപ്പിച്ചുകൊണ്ട് തിരുവങ്ങാട് മുളിയിലാണ് നീന്തൽ പരിശീലനം ആരംഭിച്ചത്. മഴക്കാലം ഭീതിയുടെ കാലമല്ല. ഇനി പുഴയും വെള്ളവും ഭീതിയുടെ ഉറവിടങ്ങളുമല്ല. പയ്യാവൂരിലെ ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ വെള്ളം പ്രതീക്ഷയുടെ പുത്തനുണർവ് നൽകുന്നതാകാൻ പരിസ്ഥിതി സൗഹാർദ്ദത്തോടെ മുന്നോട്ട്. അതാണ് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജലം ഭീതിയല്ല ജാഗ്രതയാണ് ആവശ്യം എന്ന ജലസൗഹൃദ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. കണ്ണൂർ തിരുവങ്ങാട് മുളിയിൽ നടന്ന ജലസൗഹൃദ ക്യാമ്പയിന്റെ ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. 250 പ്രാദേശിക കുളങ്ങളിലാണ് സൗജന്യ നീന്തൽ പരിശീലനം സംഘടിപ്പിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പരിശീലനം നൽകും. അർജുന അവാർഡ് ജേതാവ് വിൽസൺ ചെറിയാൻ, നീന്തൽ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി S രാജീവ് എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായിരുന്നു. നീന്തൽ രംഗത്തെ പ്രഗത്ഭരെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് AN ഷംസീർ MLA ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സംസ്ഥാനത്തെ തന്നെ 2 പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളിലൊന്നാണ് മാനന്തവാടി. മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തിയാണ് OR കേളു ഇവിടെ നിന്ന് വിജയിച്ചത്.
ആരോഗ്യ ആദിവാസി മേഖലകളിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനാണ് മാനന്തവാടി MLAയുടെ പ്രാഥമിക പരിഗണന. തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റായുള്ള ദീർഘകാലത്തെ പരിചയം MLA എന്ന നിലയിൽ മികച്ച പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുമെന്നാണ് OR കേളു കരുതുന്നത്. മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയെ കൈവിട്ട് മണ്ഡലം തന്നിൽ വിശ്വാസമർപ്പിച്ചത് നല്ലൊരു മാറ്റത്തിനു വേണ്ടിയാണെന്ന് MLA പറയുന്നു. കാലങ്ങളായി അവഗണന നേരിടുന്ന ജില്ലാ ആശുപത്രിയുടെ വികസനം, പട്ടികവർഗ വിഭാഗക്കാരുടെ ഭൂമി ഭവന സംബന്ധിയായ പ്രശ്നങ്ങൾ, PK കാളൻ കോളേജ്, ദ്വാരക പോളിടെക്നിക് തുടങ്ങിയവയ്ക്ക് അദ്ദേഹം പ്രാഥമിക പരിഗണന നൽകുന്നു. മാനന്തവാടി നഗരവികസനത്തിന് പദ്ധതി ആവിഷ്കരിക്കുമെന്നും മാനന്തവാടിയുടെ പുതിയ MLA പറയുന്നു. മാനന്തവാടി നഗരം ടൗൺ അതിൻ്റെ ബൈപ്പാസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, ഗതാഗത തടസ്സം പോലെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ പരിഹരിക്കണം. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരത്തിനായുള്ള ശാസ്ത്രീയ പദ്ധതികൾ വന്യമൃഗശല്യം പ്രധാന പ്രശ്നങ്ങളിലൊന്നായ മാനന്തവാടിക്കുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഊന്നിയാണ് മാനന്തവാടിയുടെ MLAയുടെ വികസന കാഴ്ചപ്പാട്. വരും കാലം മാനന്തവാടിയുടെ വികസന കാലമെന്നതിൽ ഉറച്ച ആത്മവിശ്വാസമാണ് OR കേളുവിനുള്ളത്. അനൂപ് ഖയാർ, വയനാട്. മൺകട്ടയിൽ നിർമ്മിച്ച പുല്ലുമേഞ്ഞ ചോർന്നൊലിക്കുന്ന കൂരയിൽ ജീവിതം തള്ളി നീക്കുകയാണ് 3 പതിറ്റാണ്ടായി കാസർഗോഡ് അദൂരിലെ ചന്ദ്രന്റെ കുടുംബം. ചെർക്കള ജാൾസൂർ അന്തർ സംസ്ഥാന പാതയോരത്തെ പുറമ്പോക്കിൽ കഴിയുന്ന ചന്ദ്രന്റെ കുടുംബം പട്ടയഭൂമിക്കും സുരക്ഷിത വീടിനും വേണ്ടി അധികൃതരുടെ കാരുണ്യം തേടുകയാണ്. കൂലിപ്പണിയെടുത്താണ് ഈ കുടുംബം നിത്യവൃത്തിക്ക് വഴി കണ്ടെത്തുന്നത്. ചെങ്കൽ ക്വാറികളിൽ ദിനവേതനത്തിന് കൂലിപ്പണിയെടുക്കുന്ന ചന്ദ്രനും കർഷക തൊഴിലാളിയായ ഭാര്യ സരോജിനിക്കും 3 പതിറ്റാണ്ടായുള്ള സ്വപ്നമാണ് സുരക്ഷിതമായ വീടും കിടപ്പാടത്തിന് പട്ടയവും. കുടുംബസ്വത്തൊന്നും ഇല്ലാതിരുന്ന ചന്ദ്രൻ വിവാഹത്തിന് ശേഷം ഭാര്യയോടൊപ്പം ജീവിതം കെട്ടിപ്പടുക്കുവാൻ കണ്ടെത്തിയത് ചെർക്കള ജാൾസൂർ അന്തർ സംസ്ഥാന പാതയുടെ ഓരത്തെ പുറമ്പോക്ക് ഭൂമിയാണ്. പുല്ലുമേഞ്ഞ കൂര കെട്ടി അവിടെ താമസം തുടങ്ങി. ചോരുന്ന കുടിലിനെ രക്ഷിക്കാൻ ഇപ്പോൾ പ്ലാസ്റ്റിക് ടാർപ്പായി ഉപയോഗിക്കുകയാണ്. മുറ്റത്തോട് ചേർന്നുള്ളത് കേരള റിസർവ് വനമാണ്. ഇഴജന്തുക്കൾ മുതൽ കാട്ടാനകൾ വരെ ഭയപ്പെടണം. 2001 തുടങ്ങിയതാണ് കിടപ്പാടത്തിന് പട്ടയത്തിനായുള്ള ചന്ദ്രന്റെ നെട്ടോട്ടം. സ്ഥലമില്ലാത്തതിനോട് വീട് തരുന്നില്ല എന്ന് പഞ്ചായത്ത് എന്ന് പറഞ്ഞു. ഗവൺമെന്റിന്റെ ഒരു അനുകൂലം നമുക്ക് ഇല്ല. കൂലിപ്പണിയെടുത്തിട്ട് പിന്നെ ഒരു വീട് വെക്കാൻ പറ്റില്ലല്ലോ. കാറടുക്ക ഗ്രാമപഞ്ചായത്ത് താൽക്കാലിക വീട്ടു നമ്പർ നൽകിയതിനാൽ കുടിലിന് വൈദ്യുതി ലഭിച്ചു. പട്ടയമില്ലാത്തതിനാൽ വീട് ലഭിച്ചില്ല. കൂലിപ്പണിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് വീട് നിർമ്മിക്കാൻ ഈ കുടുംബത്തിന് കഴിയുന്നില്ല. 3 കുട്ടികളുണ്ട് ഈ ദമ്പതികൾക്ക്. എന്നെങ്കിലും തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ചന്ദ്രന്റെ കുടുംബം. അന്തർ സംസ്ഥാന പാതയോരത്തെ പുറമ്പോക്ക് ഭൂമിയിൽ ഈ കുടുംബം താമസം തുടങ്ങിയിട്ട് 30 വർഷത്തോളമായി. ഇവരുടെ കൈവശ ഭൂമിക്ക് ഇതുവരെയും പട്ടയം ലഭിച്ചിട്ടില്ല. സർക്കാരിൽ നിന്നും കാരുണ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചന്ദ്രനും കുടുംബവും. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസ്. വിരുന്നുകാരനായെത്തി കേരളത്തിന്റെ വിപണിയെ കീഴടക്കിയ പഴമാണ് റംബുട്ടാൻ. നോമ്പ് വിഭവങ്ങളിലെ പഴങ്ങളുടെ പട്ടികയിൽ റംബുട്ടാനും ഇടം കിട്ടിയതോടെ പുണ്യമാസം റംബുട്ടാൻ വിപണിക്കും പ്രിയപ്പെട്ട കാലമാണ്. മഴ മധുരമായി എത്തുന്ന റംബുട്ടാൻ പഴങ്ങൾ കർഷകരുടെ മഴക്കാല ആശ്വാസം കൂടിയാണ്. കേരളത്തിന് സമീപകാലം വരെ അത്ര പരിചിതമല്ലാതിരുന്ന പഴമാണ് റംബൂട്ടാൻ. മൺസൂൺ ഫലമായ റംബൂട്ടാൻ മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് പഴുത്ത് വിളയുക. കാലവർഷത്തിനൊപ്പം ഇപ്പോൾ കേരളത്തിലെ പഴവിപണികളിൽ ഏറ്റവും ഡിമാൻഡുള്ളതും റംബൂട്ടാന് തന്നെയാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും റംബൂട്ടാൻ പഴങ്ങൾക്ക് വലിയ ഡിമാൻഡാണ്. സാധാരണഗതിയിൽ പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ 5000 മുതൽ 30,000 രൂപ വരെ ഒരു മരത്തിലെ വിളയിനത്തിൽ മാത്രം കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഉൽപാദനം റംബൂട്ടാനിൽ ഇല്ലെങ്കിലും ചെറുകിട കർഷകർ 3-4 റംബൂട്ടാൻ തൈകൾ ഒരു വീട്ടുവളപ്പിൽ നട്ടു വളർത്തുന്നുണ്ട്. ഒരു സീസണിൽ തന്നെ മികച്ച വരുമാനം നൽകുമെന്നതിനാൽ കേരളത്തിലെ ചെറുകിട കർഷകർക്ക് ഏറെ പ്രിയപ്പെട്ട വിളയായി ഇത് മാറുകയും ചെയ്തു. ഈ റംബൂട്ടാൻ മലേഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ഫ്രൂട്ടാണെന്നാണ് പറയപ്പെടുന്നത്. സാധാരണ വീടുകളിൽ ഇപ്പോൾ എല്ലാം 3, 4, 5 തൈകൾ ഇന്ന് ഓരോ വീടുകളിലും 10 തൈകൾ കാണുന്നുണ്ട്. ഇതിൻ്റെ വിളവെടുപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ സീസൺ എന്ന് പറയപ്പെടുന്നത് ജൂൺ, ജൂലൈ മാസങ്ങളിലാണ്. അത് ചെറിയ മരത്തിന് ചെറിയ കായ്ഫലം അനുസരിച്ച് 5000 മുതൽ 30,000 വരെ കിട്ടുന്ന മരങ്ങൾ ഇന്നിവിടെയുണ്ട്.
നോമ്പ് വിഭവങ്ങളിലെ പഴങ്ങളുടെ പട്ടികയിൽ റംബൂട്ടാനും ഇപ്പോൾ അത്ര ചെറുതല്ലാത്ത സ്ഥാനം നേടിയിട്ടുണ്ട്. വലിയ അധ്വാനമില്ലാതെ ഓരോ സീസണിലും ഇടവിളയായി മികച്ച വരുമാനം കൊണ്ടുവരുമെന്നതിനാൽ വിളഞ്ഞു തൊടുത്ത റംബൂട്ടാൻ പഴങ്ങളെ പോലെ തന്നെ കർഷകരും വളരെയധികം സന്തോഷത്തിലുമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ MRI CT സ്കാനിംഗ് സെന്ററുകൾ അടിക്കടി പ്രവർത്തനരഹിതമാകുന്നത് നൂറുകണക്കിന് രോഗികളെ വലയ്ക്കുന്നു. സാധാരണക്കാരായ രോഗികൾക്ക് തുച്ഛമായ നിരക്കിൽ സ്കാനിംഗ് നടത്താവുന്ന ഈ സെന്ററുകൾ ഇത്തരത്തിൽ കേടുവരുത്തുന്നത് സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളെ സഹായിക്കാനാണെന്നും ആക്ഷേപമുണ്ട്. അതേസമയം MRI സ്കാനിംഗ് സെന്ററിൽ രജിസ്ട്രേഷൻ നിർത്തിവെച്ചതും രോഗികളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. 2 CT സ്കാനിംഗ് മെഷീനുകൾ അടിക്കടി കേടാവുന്നത് ഇപ്പോൾ നിത്യസംഭവമായിരിക്കുകയാണ്. പല മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞാണ് ആശുപത്രി അധികൃതർ സ്കാനിംഗ് സെന്ററുകൾ അടച്ചിടുന്നത്. സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളെ സഹായിക്കാനുള്ള ഈ നീക്കം അധികൃതർ തുടങ്ങിയിട്ട് കാലമേറെയായിട്ടും ബന്ധപ്പെട്ട വകുപ്പ് തലവന്മാർ നടപടിയെടുക്കുന്നില്ലെന്നും പരാതിയുണ്ട്. BPL വിഭാഗത്തിൽപ്പെട്ട രോഗികൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് കുറഞ്ഞ നിരക്കിലുമാണ് ഇവിടെ സ്കാനിംഗ് നടത്തുന്നത്. ഇത്തരം സ്കാനിംഗ് നടത്താൻ സ്വകാര്യ ലാബുകളിൽ രോഗികൾ 5000 രൂപ മുതൽ 10,000 രൂപ വരെ നൽകേണ്ടതുണ്ട്. അപകടങ്ങളിൽപ്പെട്ട ആശുപത്രിയിലെത്തി അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികൾക്ക് പോലും ഇങ്ങനെ സ്കാനിംഗ് സെന്ററുകൾ പണിമുടക്കുന്നത് ദുരിതാവസ്ഥയാണ് സമ്മാനിക്കുന്നത്. ഇതിനു പുറമെ മെഡിക്കൽ കോളേജിലെ MRI സ്കാനിംഗ് സെന്ററിൽ രോഗികളുടെ മുൻകൂർ രജിസ്ട്രേഷനും നിർത്തലാക്കി. മെഡിക്കൽ കോളേജ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, SIT ആശുപത്രി എന്നിവിടങ്ങളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾ സ്കാനിങ്ങിന് ആശ്രയിക്കുന്നത് ഈ ഏക MRI സ്കാനിംഗ് സെന്ററിനെയാണ്. അതേസമയം സ്കാനിംഗ് മെഷീനുകൾ ഇത്തരത്തിൽ അടിക്കടി കേടാകുന്ന വിഷയത്തിൽ വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമനങ്ങളിൽ വീണ്ടും ക്രമക്കേട്. പ്യൂൺ നിയമനത്തിന്റെ പേരിൽ ലക്ഷങ്ങളുടെ കോഴയെന്ന ആരോപണം. നിയമന ലിസ്റ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ലിസ്റ്റ് പുറത്തായി. അതീവ രഹസ്യമായി ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ലിസ്റ്റാണ് പുറത്തായത്. ലിസ്റ്റ് പീപ്പിൾ TVക്ക് ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, ഇത് ആദ്യമായല്ല കാലിക്കറ്റ് സർവകലാശാലയിൽ നിയമന ക്രമക്കേടുകൾ കണ്ടെത്തുന്നത്. എന്താണ് ഇപ്പോഴുണ്ടായ സംഭവം? വിവരങ്ങൾ. അഞ്ജു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നിയമനത്തിന്റെ മറവിൽ നടക്കുന്ന ക്രമക്കേടുകൾ തുറന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ തന്നെ കഴിഞ്ഞ വർഷം പീപ്പിൾ TV നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലൂടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനത്തിന്റെ മറവിൽ നടന്ന ലക്ഷങ്ങളുടെ കോഴ ഇടപാടുകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിരുന്നു. അതിന് തുടർച്ചയെന്നോണമുള്ള പുതിയ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്യൂൺ നിയമനത്തിന്റെ മറവിലാണ് ഇപ്പോൾ പുതിയ തട്ടിപ്പുകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പ്യൂൺ നിയമനത്തിന്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിലായാണ് ഇന്റർവ്യൂ നടന്നതും നിയമനം നൽകിയതും. 70% ആൾക്കാരെ ഈ പോസ്റ്റിൽ നിയമിച്ചു കഴിഞ്ഞു. ഇനി 30% ബാക്കിയുള്ളത്. ഈ 30% എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിലെ ദിവസവേതനക്കാരായ ആൾക്കാരെ പ്രമോഷൻ നൽകി അവരെ ഇന്റർവ്യൂ ചെയ്ത് ഈ പ്യൂണിൽ പോസ്റ്റിലേക്ക് നിയമിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഈ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട നിയമന ലിസ്റ്റ്, അതായത് റാങ്ക് ലിസ്റ്റ് രജിസ്ട്രാർ ഒപ്പിട്ടുകൊണ്ട് രജിസ്ട്രാറുടെ ഓഫീസിൽ വളരെ രഹസ്യമായി സൂക്ഷിക്കേണ്ട ലിസ്റ്റാണ്. ഈ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലിസ്റ്റിന്റെ പകർപ്പാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ലിസ്റ്റിൽ 54 പേരെയാണ് ഈ ലിസ്റ്റ് പ്രകാരം നിയമിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ലിസ്റ്റിൽ പേരുള്ളവരെ UDF അനുകൂല സംഘടനാ നേതാക്കൾ നേരിൽ പോയി കാണുകയും അവർക്ക് ഈ സംഘടനകളിൽ അംഗത്വം നൽകുകയും അതുപോലെ ഓരോരാൾക്കും ഈ ലിസ്റ്റിൽ പേര് വരുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ഓരോ ആൾക്കാരിൽ നിന്നും 5 ലക്ഷം രൂപ വീതം കൈപ്പറ്റി എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കാശ് വാങ്ങിയതിൻ്റെ പ്രത്യുപകാരമായി മാർക്ക് കുറഞ്ഞ ആൾക്കാരെ അല്ലെങ്കിൽ യോഗ്യതയിൽ കുറവുള്ള ആൾക്കാരെ അവർക്ക് അഭിമുഖത്തിൽ കൂടുതൽ മാർക്ക് ഇട്ടുകൊണ്ട് അവരെ ഈ നിയമനത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നും ഈ ലിസ്റ്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പ്യൂൺ നിയമനത്തിൽ ക്രമക്കേടുണ്ട് എന്ന് കാണിച്ച് ഒരു വിഭാഗം ആൾക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ പ്യൂൺ നിയമനം നിലവിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഈ മാസം 30-ാം തീയതി വരെയാണ് ഈ പ്യൂൺ നിയമനം സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റേ നീക്കി കിട്ടിയാൽ ഉടൻ തന്നെ ഈ ലിസ്റ്റിലുള്ളവരെ നിയമിക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തിയിരിക്കുന്നത്. അഞ്ജു, കുട്ടൻ, നിത്യവൃത്തിക്ക് ഒരു ജോലി അത് ഏതൊരു സാധാരണക്കാരൻ്റെയും ലക്ഷ്യം ആണ്, സ്വപ്നമാണ്. പക്ഷേ ഒരു ജോലിക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ആരാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ചുക്കാൻ പിടിക്കുന്നത്? ആരുടെ പിൻബലമാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് പിന്നിൽ?
അഞ്ജു, നേരത്തെ നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിവിധങ്ങളായ ക്രമക്കേടുകൾ, നിയമനത്തിലായാലും സ്ഥലം വാങ്ങിയതിലായാലും കോളേജുകൾ അനുവദിക്കുന്നതിലായാലും ഉൾപ്പെടെ വലിയ ക്രമക്കേടുകൾ അരങ്ങേറിയിരുന്നു. അതിന്റെ തുടർച്ച ആ ക്രമക്കേടുകൾ ഇപ്പോഴും യൂണിവേഴ്സിറ്റിക്കകത്ത് നടക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഇപ്പോഴും UDF അനുകൂല സിൻഡിക്കേറ്റിന് തന്നെയാണ് ഇവിടുത്തെ ഭരണ ചുമതല, ഭരണ നിയന്ത്രണമുള്ളത്. ഈ സിൻഡിക്കേറ്റ് മെമ്പർമാർ അറിയാതെ ഇവിടെ ഒരു തരത്തിലുള്ള ക്രമക്കേട് നടക്കില്ല എന്നതും വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായും രജിസ്ട്രാറുടെ ഓഫീസും അതുപോലെ അവിടുത്തെ ഭരണ കാര്യാലയവും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അവരാണ് ഇത്തരത്തിൽ ഈ പ്രവേശന നടപടികളിൽ ഇടപെടുകയും അതിന് കോഴ വാങ്ങുകയും അതിന് മറ്റു രീതിയിലുള്ള സഹായങ്ങൾ, ഈ അനർഹരെ തിരികെ കയറ്റുന്നതിന് വേണ്ടിയുള്ള മറ്റു രീതിയിലുള്ള സഹായങ്ങളൊക്കെ അവരാണ് നൽകുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് സംബന്ധിച്ച് വളരെ വിശദമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ മറ്റ് കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പുറത്തുവിട്ട വാർത്തയെ തുടർന്ന് യൂണിവേഴ്സിറ്റിയിൽ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് അത്തരം നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞിരുന്നു. വലിയ സമരങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്നാൽ അത്തരം ഒരു അന്വേഷണവും അവിടെ നടക്കുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ക്രമക്കേടുകൾ തുടരുന്നത്. ഇവിടെ എന്ത് ക്രമക്കേട് നടത്തിയാലും ഏത് രീതിയിൽ ദയവായി തുടരുക. ഇപ്പോൾ മുൻ രജിസ്ട്രാർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ TK നാരായണൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ TK നാരായണൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമനങ്ങളിൽ വീണ്ടും ക്രമക്കേട് കണ്ടെത്തിയിരിക്കുകയാണ്. പ്യൂൺ നിയമനത്തിന്റെ പേരിൽ ലക്ഷങ്ങളുടെ കോഴയാണ് നൽകിയിരിക്കുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഈ കോഴ വാങ്ങി നിയമനം നടത്തുന്നത് കുറച്ചു കാലമായി യൂണിവേഴ്സിറ്റിയിൽ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. നേരത്തെ അസിസ്റ്റന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. യാതൊരു തരം മാനദണ്ഡമില്ലാണ്ട് സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും പണം കൊടുക്കുന്നവർക്കും ജോലി കൊടുക്കുന്നു എന്നതിന്റെ ഏറ്റവും തെളിവായിരുന്നു കൈരളി ചാനൽ നേരത്തെ പുറത്തുവിട്ട ഫിറോസ് കള്ളിയിൽ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ജോലി ഓഫർ ചെയ്യുന്ന രംഗം. അത് തന്നെയാണ് ഇപ്പൊ ആവർത്തിച്ചിരിക്കുന്നത് തോന്നുന്നത്. എനിക്കൊന്ന് അതീവ രഹസ്യമായി രജിസ്ട്രാറുടെ കസ്റ്റഡിയിൽ മാത്രം വെക്കേണ്ട റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് പുറത്തു പോകുന്നത്? അത് യൂണിവേഴ്സിറ്റി അധികാരികളുടെയും സിൻഡിക്കേറ്റിന്റെയും വൈസ് ചാൻസലറുടെയും രജിസ്ട്രാറുടെയും അറിവോടുകൂടി മാത്രമേ അത് പുറത്തു പോകുന്നുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ സമഗ്രമായ ഒരു അന്വേഷണം, ഇവരെല്ലാവരെയും ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. ഒരു പൊതുസ്ഥാപനമായ യൂണിവേഴ്സിറ്റിയിൽ കോഴയുടെ ബലത്തിലോ പണത്തിന്റെ ബലത്തിലോ അഴിമതിയുടെ പേരിലോ സ്വന്തക്കാർക്കോ ബന്ധുക്കൾക്കോ ജോലി കൊടുക്കാനുള്ള സ്ഥാപനമല്ല യൂണിവേഴ്സിറ്റി ഒന്നും. അത് റിട്ടൺ ടെസ്റ്റിലൊക്കെ എഴുതി പാസ്സായി യോഗ്യരായ ആൾക്കാർക്ക് കൊടുക്കേണ്ടതാണ്. അതെങ്ങനെയാണ് ഇത്തരത്തിൽ നിയമനം നടക്കുന്നത്? ഇത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി സമഗ്രമായ ഒരു അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണം. അതിന് ഗവൺമെന്റ് മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് ശ്രീ TK നാരായണൻ. ഒരു നിയമനം നടക്കണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് അറിയാതെ യാതൊരു നടപടികളും അവിടെ നടക്കില്ല. അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ അധികൃതരുടെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണ്ട മനസ്സിലാക്കാൻ. നിരന്തരം കേട്ടുകൊണ്ടിരുന്ന പരാതിയാണ്. സിൻഡിക്കേറ്റിലെ ഒരു വിഭാഗം വളരെ ശക്തമായ രീതിയിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും മുൻ ഭരണാധികാരികളുടെ പിന്തുണയോടുകൂടി കാര്യമായ രീതിയിൽ അഴിമതി നടത്തി നിയമനം നടത്തിയിരുന്നത്. വലിയ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് 5 മാർക്ക് കൊടുത്ത് ഇന്റർവ്യൂവിന് 5 മാർക്ക് മാത്രം കൊടുത്ത് പിറകിലേക്ക് തള്ളുകയും തീരെ കുറഞ്ഞ മാർക്കുള്ള ആൾക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന പ്രക്രിയയാണ് നടന്നിട്ടുള്ളത് എന്നുള്ള റാങ്ക് ലിസ്റ്റ് ഒക്കെ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇതൊക്കെ കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെടുകയും ചെയ്തതാണ്. അതൊക്കെ ചെയ്യുമ്പോൾ ഈ വക കാര്യങ്ങൾ മറച്ചുവെച്ച് യൂണിവേഴ്സിറ്റി വീണ്ടും ഇത്തരത്തിലുള്ള അഴിമതി നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്ത പോസ്റ്റിൽ നിയമനം, ഇതേപോലെ യോഗ്യരല്ലാത്തവർക്ക് നിയമനം, സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും നിയമനം, ഇതൊക്കെ നിരന്തരം നടത്തുന്നുണ്ട്. യൂണിവേഴ്സിറ്റി കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയുണ്ടാക്കുന്ന നിയമനങ്ങൾ വരെ നടത്തുന്നുണ്ട്. റിട്ടയർ ചെയ്തവർക്ക് നിയമം ലംഘിച്ചുകൊണ്ട് വലിയ തോതിൽ ശമ്പളം കൊടുക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മുൻ വൈസ് ചാൻസലർ. അദ്ദേഹം വാങ്ങിയ ശമ്പളം നിയമം അനുശാസിക്കുന്നതിനേക്കാൾ കൂടുതലാ. ഇതിനെക്കുറിച്ചൊക്കെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണം. അങ്ങനെ വേണം ഈ യൂണിവേഴ്സിറ്റികളെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും ഇത്തരം യൂണിവേഴ്സിറ്റിയിലെ അനധികൃത നിയമനങ്ങൾ അതൊരു തുടർക്കഥയാവുകയാണ്. ഇത്തരത്തിൽ ആദ്യം തന്നെ ഒരു നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ
ഇത്തരത്തിൽ വീണ്ടും ആവർത്തിക്കപ്പെടില്ലായിരുന്നു. ആ നടപടി എടുക്കാത്തതല്ലേ ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ? നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റിയില് ഈ വിജിലൻസിനെ കുറിച്ച് പരാതി വന്നപ്പോൾ അന്വേഷിക്കണമെന്ന് തീരുമാനിച്ചു. പക്ഷെ അതിനെ സംബന്ധിച്ച് ഒരു കാര്യവും ഗവൺമെന്റിലേക്ക് എഴുതിയിട്ടുണ്ടായില്ല. യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുടെ ഉത്തരവാദി, വൈസ് ചാൻസലറുടെ ഉത്തരവാദി അത് ചെയ്തിട്ടില്ല. അപ്പൊ വിജിലൻസ് അന്വേഷണം എന്ന് ഇവിടെ പറയുകയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയും വിജിലൻസ് അന്വേഷണം നടത്താതിരിക്കുകയും അതേസമയം ആ വിജിലൻസ് അന്വേഷണം ഉത്തരവായി നടത്തണമെന്ന് പറഞ്ഞിട്ടുള്ള തസ്തികകളിൽ വീണ്ടും നിയമനം നടത്തുക അവർ ചെയ്തത്. അത് കടുത്ത അഴിമതിയല്ലാണ്ട് പിന്നെന്താ പറയാന്? അപ്പൊ അതിനെതിരെ ശക്തമായ നടപടി. കാരണം സിൻഡിക്കേറ്റിലുള്ളവരുടെ വൈസ് ചാൻസലറുടെ രജിസ്ട്രാറുടെ മൗന അനുവാദത്തോടു കൂടി അവരുടെ ആശീർവാദത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നത്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തലത്തിലുള്ള ഏജൻസിയാണ് വേണ്ടത്. തീർച്ചയായും ഒരു ജോലി എന്നത് ഒരു സാധാരണക്കാരന്റെ സ്വപ്നമാണ് എപ്പോഴും. പക്ഷെ അത് നടപ്പാക്കാൻ, അത് ലഭിക്കാൻ കോടികൾ കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. അവിടെ സാധാരണക്കാർ അല്ലേ തഴയപ്പെട്ടു പോകുന്നത്? അതെ, സാധാരണക്കാരനാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളില്, ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് തൊഴിൽ ലഭിക്കേണ്ട സാധാരണക്കാരനാണ്. വളരെയധികം നന്ദി ശ്രീ ടി കെ നാരായണൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് തന്നെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ രവീന്ദ്രനാഥ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമനങ്ങളിൽ വീണ്ടും വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുകയാണ്. പ്യൂൺ നിയമനത്തിന്റെ പേരിൽ ലക്ഷങ്ങളുടെ കോഴയാണ് നൽകിയിരിക്കുന്നത്. എന്താണ് താങ്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? മിനിസ്റ്റർ കേൾക്കാമെങ്കിൽ. അഴിമതി ഒരു തരത്തിലും തുടരുവാൻ അനുവദിക്കില്ല. ആ ഏത് പ്രശ്നവും അത്തരത്തിലുള്ളത് വളരെ കാര്യക്ഷമമായി പരിശോധിച്ച് എങ്ങനെ അഴിമതി പുറത്തു വന്നു എന്നുള്ളത് അന്വേഷിച്ച് വളരെ കൃത്യമായ നടപടികളെടുക്കും. അഴിമതി നടക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല. മിനിസ്റ്റർ, ഇത്തരം സംഭവങ്ങൾ നേരത്തെ തന്നെ ഞങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. അസിസ്റ്റന്റ് നിയമനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്നൊന്നും ഒരു നടപടി ഉണ്ടാകാത്തതാണ് വീണ്ടും ഇത്തരത്തിൽ ഒരു ക്രമക്കേട് വീണ്ടും കണ്ടെത്താൻ കാരണം. ഇത്തരത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഒരു ശക്തമായ നടപടി ഉണ്ടാകുമോ? തീർച്ചയായും ഭരണം മാറിയിട്ടുണ്ട് എന്നുള്ളത് ഉടൻ തന്നെ ബോധ്യമാവും. എവിടെയെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ, ക്രമവിരുദ്ധമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അടിയന്തരമായി ഇത് പരിഹരിക്കാനുള്ള നടപടിയെടുക്കും. മിനിസ്റ്റർ, നമുക്കറിയാം നേരത്തെ തന്നെ ഇത്തരം സംഭവങ്ങൾ നടന്നപ്പോഴും UDF സിൻഡിക്കേറ്റ് ആയിരുന്നു അന്നും ഉണ്ടായിരുന്നത്. അവർ ഒരു സിൻഡിക്കേറ്റ് അറിയാതെ യൂണിവേഴ്സിറ്റിയിലെ യാതൊരു നടപടികളും നടക്കില്ല. അത്തരത്തിൽ സിൻഡിക്കേറ്റിന്റെ ഒരു ഇടപെടൽ ഇതിൽ നിന്ന് വ്യക്തമാണ്. ഉണ്ടായിരിക്കാം. ആരാണ് എന്നുള്ളത് പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ. ആരുടെ ഇടപെടൽ കൊണ്ടാണ് ഈ ക്രമക്കേട് ഉണ്ടായിട്ടുള്ളത് എന്ന് നല്ലപോലെ പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ. അതിനു മുമ്പ് ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന ബോഡിയാണ് അതിന് ഉത്തരവാദി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പരിശോധനയിൽ ആരാണ് ഇത്തരം ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി എന്നുള്ളത് കൃത്യമായി കണ്ടെത്തി അവർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കും. തീർച്ചയായും വളരെയധികം നന്ദി മിനിസ്റ്റർ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമനങ്ങളിൽ വീണ്ടും ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നു. തീർച്ചയായും ഇപ്പോഴത്തെ സിൻഡിക്കേറ്റ് മെമ്പർ വിശ്വനാഥൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വിശ്വനാഥൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും ക്രമക്കേട് ഉള്ളതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. പിയൂൺ നിയമനത്തിനായി ലക്ഷങ്ങൾ കോഴ വാങ്ങിയെന്നാണ്. എന്താണ് താങ്കളുടെ പ്രതികരണം? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മുമ്പ് അസിസ്റ്റന്റ് നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൈരളി പീപ്പിൾ ടി വി തന്നെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ അതിന്റെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്നത്. അതിന്റെ തുടർച്ചയെന്നാണ് ഇപ്പോൾ ഇത് വീണ്ടും കാലിക്കറ്റ് സർവകലാശാലയിലെ പ്യൂൺ നിയമനങ്ങളിൽ ഇവിടുത്തെ CLR ജീവനക്കാർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട 30% പ്യൂൺ നിയമനങ്ങളിൽ വൻപിച്ച ക്രമക്കേട് നടന്നതായിട്ടുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ അഴിമതി നടത്തിയാണ്, ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിയാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഇത് പ്രസിദ്ധീകരിക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സ്റ്റേ നിലവിലിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ലിസ്റ്റ് തയ്യാറാക്കുകയും അത് പുറത്ത് വരികയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ വലിയ ക്രമക്കേടും കോഴ ഇടപാടുകളുമാണ് സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷവും സർവകലാശാല സിൻഡിക്കേറ്റിൽ
UDFന് അനുകൂലമുള്ള ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റ് ആണ് എന്നുള്ളത് കൊണ്ട് അവരുടെ അഴിമതി നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്ന ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഉത്തരവാദികളായവരുടെ പേരിൽ കൃത്യമായ രീതിയിൽ നടപടികൾ എടുക്കണമെന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയനും ആവശ്യപ്പെടുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും സർവകലാശാല വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കുമാണ്. കാരണം വ്യക്തമാണ് വിശ്വനാഥൻ, വളരെയധികം നന്ദി ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമനങ്ങളിൽ വീണ്ടും വൻ ക്രമക്കേട്. പ്യൂൺ നിയമനത്തിന്റെ പേരിൽ ലക്ഷങ്ങളുടെ കോഴയാണ് നൽകിയിരിക്കുന്നത്. വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ നൽകിയത്.